വെൽക്കം ബാക്ക് ടു ഫേബക്കുട്ടി വ്ലോഗ്സ്. അപ്പം ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ആണ്. അപ്പം നമ്മളിന്ന് പാർട്ട് 3 ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ഞാൻ എന്നാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയട്ടെ ഗൈസ്. വിഷമിച്ചിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞാലേ നമ്മളില്ലേ വേറെ ഏതോ സ്ഥലത്ത് പോയി പെട്ട് ഒന്നാമത്തെ സർവൈവലും കൂടെ. ഇനി നമുക്കൊന്ന് ക്രിയേറ്റീവ് എടുത്തിട്ട് പറന്ന് നമ്മുടെ സ്ഥലത്തേക്കൊന്ന് പോകാം. അത് നമുക്ക് സർവൈവൽ എടുക്കാം ഗൈസ്. നമ്മളാദ്യമേ ക്രിയേറ്റീവ് എടുത്തൊന്ന് പ്ലേ ചെയ്യുക. മൈ വേൾഡ് സേവ്ഡ്. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം അങ്ങ് തട്ടിക്കൂട്ടി അങ്ങ് ചെയ്തോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒരു ബോറല്ലേ, ഇങ്ങനെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇല്ലേ മൈൻക്രാഫ്റ്റിൻ്റെ ഇല്ലേ ഈ സൈഡിലൊക്കെ കാണത്തില്ലേ അതുപോലത്തെ മൈൻക്രാഫ്റ്റ് ഏരിയ പോലത്തെ, അതുപോലെ ഓ മൈ ഗോഡ് പോലത്തെ അതൊക്കെ പ്രകാശമൊക്കെ ഇത് വരുന്നിടം വരെ കണ്ടങ്ങ് ഇരിക്കുക ഗൈസേ. അതുവരെ കുറച്ച് സമയം അങ്ങോട്ട് പൊക്കോളുമല്ലോ. ഇത് ഞാൻ അത്യാവശ്യം മിനിറ്റ് ഇടുന്നതായിരിക്കും. ഞാൻ എവിടെയോ പെട്ട് ഗൈസ്. ഇനി രാത്രിയായോ എന്ന് ആർക്കറിയാം, നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ എടുത്തു ഇപ്പോൾ വരും ഗൈസ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ഫേബക്കുട്ടി വ്ലോഗ്. സബ്സ്ക്രൈബ്, ഇനിയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും കാണാം. പക്ഷേ ഗെയിംസ് ഇടും, വ്ലോഗ്സ് ഇടും. കണ്ടോ ഗൈസ്, നേരത്തെ ഇതായിരുന്നു, നേരത്തെ മറ്റേതാ, ഇതിപ്പോൾ ഇതായി ഗൈസ്. എന്നെ കണ്ട ഗൈസ്, റാംബോയാ ഗൈസ്, റാംബോ. നമുക്ക് നേരെ പോകാം. നമ്മളിത് എവിടെയാണ്? ഇന്ന് നമുക്കൊന്ന് പറക്കണം. ഇതേ പറക്കുന്നുണ്ടോ ഗൈസ്, പറക്കുന്നുണ്ടോ ഗൈസ്? ഗൈസ് എന്നാലും എൻ്റെ വീട് അവിടെ പോയി. അതേ കിടക്കുന്ന എൻ്റെ വീടിന്. അയ്യോ, ഞാൻ ഇത്ര അകലെയായിരുന്നു, പെട്ടെന്നായിരുന്നു. ഞാൻ ഇത്ര അകലെയായിരുന്നു എൻ്റെ വീട്. ഞാൻ ഇത്ര അകലെ ഇങ്ങോട്ട് വന്നല്ലേ. ഞാൻ നിങ്ങളന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീട് ഇതാ സെറ്റ്. ഞാനില്ലേ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്, അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷെ അത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇനിയില്ലേ, നമുക്കിതൊന്ന് കളഞ്ഞിട്ട് ക്രിയേറ്റീവ് എടുക്കണം. ഇങ്ങനെ വെച്ചാൽ ഇല്ലേ, ഇത് ഇങ്ങനെ വെച്ചാൽ സെറ്റിങ്സ് വെച്ചാൽ ഇവിടുന്ന് മാറാൻ ഭയങ്കര പാടായതുകൊണ്ട് നമുക്കിനി ഇതൊന്ന് കളയണമെന്ന് വെച്ചാൽ ഇതുപോലെ കളഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കണം ഗൈസ്, അല്ലെങ്കിൽ സീനാവും. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ, ഒന്നും കൂടെ കാണേണ്ടവർ. ഇപ്പോൾ ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് നമ്മളാദ്യം ഇത് പാർട്ട് 3 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ഇവളം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാം നിങ്ങൾ തികച്ച് ഇടുങ്ങി കണ്ടോണം. അപ്പോൾ ഗൈസ് നമ്മളില്ലേ ഇനി ഇതുപോലത്തെ ഒന്നും വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. എക്സാം തുടങ്ങുമായതുകൊണ്ട് നാളെ മുതലൊന്നും വീഡിയോസൊന്നും ഇടാറില്ലായിരിക്കും. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോണം. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇത് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം കണ്ടോ ഗൈസ്. ഇനി നമുക്ക് വീഡിയോസൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. ഒരാൾ ഇവിടെ കിടന്ന് ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കമൻറ്റിലൂടെ അങ്ങ് തട്ടിക്കുട്ടി അങ്ങ് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സർവൈവൽ ഇപ്പം ഗായ്സ് നമ്മളില്ലേ സെറ്റാക്കണം. ഇനിയും നമുക്ക് ഈ സൈഡിലത്തെ ഇതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കൂ ഗായ്സ്. കൈ പോയി ഗൈസ്, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കട്ടിലേ കിടക്കുന്നു ഗൈസ്. എല്ലാം കണ്ട് ഈ കുതിര കണ്ടോ? ഹായ്, എന്താ ഒരു ആകാശം, എന്താ ഒരു മരം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിംസ് ആൻഡ് വ്ലോഗ്സ്. വ്ലോഗ് ഇടുന്നില്ലല്ലോ, ഗെയിം എന്ന് പറയാം. ഗെയിമാണിത്. അപ്പോൾ ഗൈസ് ഇത് വരത്തില്ല, കലിപ്പീസ് കയറുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബട്ട് എൻഡർമാൻ ഹാറ്റ് ബാത്ത് ടൈം. ഇതിൽ എഴുതി വയ്ക്കുന്നത് ചുമ്മാ അങ്ങ് വായിച്ചെന്നുള്ളൂ ഗൈസ്.
ബട്ട് ഐ ആം എ പ്രോബ്ലം. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ നമുക്കില്ലേ പരീക്ഷയ്ക്ക് ഗായ്സേ നമ്മൾ പറഞ്ഞിരിക്കുകയായിരുന്നല്ലേ. എൻ്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ല ഗായ്സ്. ഓ എൻ്റെ അമ്മ, അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ സംഭവമൊക്കെ എവിടെയാണ്? അയ്യോ ഞാൻ പോവാ ഗായ്സ്. സ്റ്റക്ക് അടിക്കുന്നുണ്ടെങ്കിൽ സോറി. എടാ ഇതെൻ്റെ സംഭവമൊക്കെ എവിടെ? എൻ്റെ സംഭവം ഇങ്ങോട്ടല്ലേ പോയത്? ഇവിടുന്ന് തന്നെ പോയി ഞാൻ എടുക്കുമ്പോൾ ഇതുവരെ പോയി എടുക്കാവേ. എൻ്റെ എവിടെയാ ഗായ്സ്? ഒരു മരത്തിന് മേലല്ല ഗായ്സ് ചെയ്യുന്നത്. മരം കാണാനും മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടിയെടുത്തത്. എൻ്റെ ബുദ്ധി എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറയണേ. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതെല്ലാം പെൻസിൽ. ഇവിടെ നിന്ന് നമുക്കെന്ത് കയറാം. ഓ നമുക്ക് തീർന്നല്ലോ. നമുക്ക് ഇതിൻ്റെ പക്കത്തൊന്ന് കയറിക്കേ. എവിടെയാ? ഗായ്സ് ഇവിടെ ഒന്നും കാണാറില്ല. എൻ്റെ ഇതെല്ലാം പോയി ഗായ്സ്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം. നല്ല കാര്യം. ഡോഗ് എൻ്റെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് പറ്റുന്നുണ്ടോ? ബാടാ കുട്ടു എൻ്റെ സ്കെലട്ടനെ കൊല്ലുമായിരുന്നെങ്കിൽ നമുക്കില്ല ആ എല്ലാം എടുത്ത് അതിന് കൊടുക്കായിരുന്നു. എന്നാലും ഗായ്സ് നമ്മുടെ അയ്യോ ഇവിടെ തന്നെ ഞാൻ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഗൈസ്? ഗ്രീപ്പർ വന്ന് പൊട്ടിച്ച് ഗൈസ്. അന്ന് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ പറ്റി. ഇത് നമ്മുടെ കൃഷിസ്ഥലമാണ്. ഗവൺമെൻറ് ഗൈസ്. അയ്യോ ഞാനത് തുറക്കാൻ വേണ്ടിയല്ല ഇരുന്നേ. എൻ്റെ ദൈവമേ, ഒന്ന് തുറക്കാൻ മേല. Oh my god. നമ്മൾ ഇവിടെ കളഞ്ഞേക്കാം. അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റില് നമ്മൾ റിയൽ ലൈഫ് ജീവിതം ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളാദ്യമേ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി ആവണം. എന്തേലോ രാത്രി പോവും. നമ്മളിനി മൈനിങ്ങിന് പോവാം. ഇവിടെ നമ്മൾ മൈനിങ് പിക്കാക്സൊക്കെ അവിടെ മൈനിങ്ങിന് പോകാൻ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് റൂമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണുമായിരുന്നു ഗൈസ്. അടുത്ത വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജേ ഇങ്ങോട്ട് ഇറങ്ങടാ. അതെ നമ്മുടെ സ്റ്റോറേജ് റൂം. പക്ഷേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നൊന്നും എന്നാലും കുഴപ്പമില്ല. സ്റ്റോറേജ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. കുറച്ച് സ്റ്റോറേജ് എന്തടേ ഇത് കുറച്ചും കൂടെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാൽ മാത്രം മതി. രാത്രിയാവുക. ഇനി നമുക്ക് നമ്മുടെ മേളിൽ പോയത് പിക്കാക്സ് എടുക്കണം. പിക്കാക്സിന് വേണ്ടി അയ്യോ ഇത് സൂര്യപ്രകാശങ്ങളൊക്കെ കാണണം.
എന്നാലേ നമ്മൾ രാത്രിയും പകലും ഒക്കെ നമുക്ക് നല്ല wow, it's a beautiful Minecraft area. നമ്മൾ ഇവിടെ മാത്രമല്ലേ ഗൈസ് നോക്കുന്നുള്ളൂ, നമുക്ക് ഇപ്പോഴേയും കൂടെ ഇവിടെ നമ്മൾ പൊളിച്ചതാണ്. ഇവിടെ എട്ടുകാലിയും രാത്രിയാകുമ്പോൾ എട്ടുകാലിയെല്ലാം കയറി വരും. ഇല്ല, നമ്മുടെ റൂമിലോട്ടേ കയറി വരുന്നത്. നമുക്ക് ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. ഹായ് 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 ഗൈസ്, ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് ഇറങ്ങുന്നത് മേളിൽ അല്ല, നമ്മുടെ ഇന്ന് ഇല്ലാത്ത പോലെ കളിക്കുന്നുണ്ടോ? പക്ഷേ ഇതിനകത്ത് അത്രയ്ക്ക് കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്കില്ലേ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് മരം പോയി വെട്ടാം. പക്ഷെ എൻ്റെ എല്ലാം കളഞ്ഞു. ഞാൻ നമ്മൾ ഇതുവരെ ഇറങ്ങി പോകണം. കുറച്ച് ആടിനെ വെക്കണം. ഫിഷിപ്പം മീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ആടിനെ നമുക്ക് വെക്കാം. എത്ര പറ്റിയാൽ ഈ നമ്മുടെ ഇതിൽ വേണമെന്ന് പോയി നമ്മുടെ മരം വെച്ചിലേക്ക് നമ്മളിത് കൂട്ടിയത് പോലെയാ ഗൈസ്, വീടുണ്ടാക്കത്തെ പോലെയാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ എന്തായാലും കാണുമോ? ഇഷ്ടപ്പെടും. ഇതുകൊണ്ടുള്ളൂ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ ഒരാട് പോലും ഇല്ല. ഇനിയിപ്പോൾ എത്ര ആടാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരാടും ഇല്ല. അതിന് നമ്മൾ അതൊന്നും നോക്കാൻ നമ്മുടെ ട്രീസ് വെട്ടാൻ നമ്മളാദ്യം കൊണ്ട് എടുത്തേക്കാം. ഇതൊന്നും വേണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സ് ഇടണം. ഇത് ഉടുപ്പിടാതെ നിൽക്കുക ഗൈസ്. നമുക്കിത് ഡ്രസ്സൊക്കെ ഇടണം. ഡ്രസ്സൊക്കെ മേടിച്ചിടണം. അങ്ങനെ കുറച്ച് നമ്മുടെ വടിയും കൂടെ എടുക്കാം. 20 വടിയോ നമ്മുടെ ഇതും ഇനി നമ്മുടെ ക്രാഫ്റ്റിൻ്റെ എടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കുട്ടിപ്പോ ഗൈസ്. ഇതിന് നമുക്ക് ആടിനെയൊക്കെ വേണം. ആടിന് മറ്റേത് വേണം കേട്ടോ. ഇത് ആടിന് വേണ്ടത്. കുറച്ച് നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഏരിയ ഇല്ല, ആ ഏരിയ നമ്മുടെ കുറച്ച് നമ്മുടെ വാവ് ഇതൊന്നും ഇതും കൂടെ ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ ഇത് നമ്മുടെ ആടുകളെ കൊണ്ടിടാതെ ഈ ആടുകളും വേണം, പശുക്കളും വേണം.
എല്ലാവരും നമ്മുടെ ഹൗസ് ഇപ്പൊ തരത്തില്ല. നീങ്ങടെ എടാ ഞാൻ ഇപ്പൊ ഒരാളെ എല്ലാരും ഇവിടെ കൊണ്ടിടാം. മക്കള് വന്ന് ഞങ്ങള് നിൽക്കണേ. പിന്നെ ഞാൻ ഇവിടെ വെക്കണം മൂന്നട്ടെ. ഇവിടെ നിൽക്കേ. എന്താ എന്റെ കൂട്ടിലേക്ക് വന്നിട്ടില്ലേ? ഇല്ല എന്താ എല്ലാരും അവിടെ നോക്കിയിരിക്കുകയാണോ നമ്മളൊന്ന് കണ്ടു. ഞാനെടുത്ത് ഗൈസ് എല്ലാരും നോക്കിയിരിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി തരത്തില്ല. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണേ. ഇത് നമ്മുടെ ഇത് ഒരെണ്ണം മതി. നമുക്ക് ഇതുവരെ ചാടിപ്പോ തരാം മുട്ടെ. ഇവിടുന്നൊന്നും പൊട്ടിച്ചിടണം. മക്കള് കയറി വന്നേ. ബാ ഇമ്മാര് നല്ല മിക്കന്മാരാ. അമ്മാര് മാത്രം ഇവന്മാരെ കൊണ്ട് ഇത്രയും പേര് ഇപ്പം നിൽക്കേ. നിങ്ങളെല്ലാവരും ഇപ്പം കഴിച്ചോ. എനിക്കിവിടെ നിന്ന് പോകണം. നിങ്ങളിപ്പോൾ അവിടെ കിടക്കാം കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റോറേജിലൂടെ പോകണം. നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. മേളിൽ കയറിയിട്ട് ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ്. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? റാംബോയുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? സേവക്കുട്ടിയുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാവർക്കും ബൈ.